ഹലോ ഗൈസ്, അപ്പോൾ നന്ദൂസ് അക്കൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു എക്സ്പെൻസീവായൊരു കാര്യം കാണിക്കാനായിട്ട് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനും ഈ നന്ദുവും ഈ അക്കുവും കൂടി ഒരു എന്താ പറയുക ഒരു കുളം ഉണ്ടാക്കി ഗൈസ്. കുളം എന്ന് പറഞ്ഞാൽ സാധാരണ കുളമൊന്നുമില്ല, അപാര സാധനമാണ്. അപ്പം നിങ്ങൾക്കത് കാണണ്ടേ? ബാ കാണിക്കാം. അപ്പം അതങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്, എന്നാലും പറ്റുന്ന പോലെ കാണിക്കാവേ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ എക്സ്പെൻസീവ് കുളം. അതിനകത്ത് നമ്മൾ ഭയങ്കര എൻ്ററായിട്ടുള്ള ഒരു കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. ചെമ്പരത്തി പൂവും തുളസിയുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് വേണ്ടപ്പോൾ ഒക്കെ ഇതിൻ്റെ ഇത് ഊറ്റിക്കളയാവുന്നതാണ്. എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് ഓടിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഹോളിട്ടാലും പിന്നെ അതിൻ്റെ ഒരു ഹോളിട്ടാലും പിന്നെ ഒരു വെള്ളം നിൽക്കത്തില്ല, അതുകൊണ്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ ഹോളിട്ടിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കുഴി പോലെ എടുത്തിട്ട് അവിടെ നിന്ന് നല്ല മണ്ണെടുത്ത് വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴി നന്നായിട്ടാക്കിയിട്ട് വീണ്ടും പകുതി മണ്ണ് അതിനകത്തോട്ട് ഇട്ടത് അതിനകത്ത് കറക്കി ചുറ്റി ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ട് പ്ലാസ്റ്റിക് കവറുകളില്ലേ, അതിൽ ഞാനെടുത്ത് ഗ്രീനാണ്, നമുക്ക് ഏത് എടുക്കാം, എനിക്കതേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഗ്രീൻ കവർ എടുത്തിട്ട് ആദ്യത്തെ കുഴിച്ച് ഒരു കുഴി പോലെ കിട്ടുന്നൊരു ഭാഗമില്ല നമുക്ക്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് മണ്ണ് വെച്ചിട്ട് മൂടിയിട്ട് മണ്ണ് വെച്ച് മൂടി വെക്കുക. എന്നിട്ട് വേറൊരു ആ കവറിൻ്റെ തന്നെ മേൽഭാഗം എടുക്കണം. മേൽഭാഗം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടത്തില്ലേ, അതുപോലെ ചെയ്യണം. എന്നിട്ട് മണ്ണ് വീണ്ടും പൊത്തിയിട്ട് കല്ല് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെള്ളം ഒഴിക്കുക, ഡിസൈനൊക്കെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ഞാൻ അത് അത്രയും ചെയ്തു. ചെറിയതിനാ. അപ്പോൾ ഗായ്സ്, ഇതേണ്ട ഈ ട്രഡീഷണൽ ലുക്കും കൂടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഗൈസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഇനി വ്യാഴാഴ്ച, പിന്നെ വെള്ളി, ശനി, ഞായറും കൂടെ കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച നമ്മുടെ സ്കൂളിങ്ങനെ തുറന്നു. സ്കൂൾ വരുന്ന പറയുമ്പോൾ നമുക്ക് ഗൈസ് എൻ്റെ ബേസിക് പഠിപ്പിക്കുന്ന ടീച്ചർ സുഗന്ധി ടീച്ചർ പരീക്ഷ ഇടുന്ന ആ ദിവസം തന്നെ പേപ്പർ നോക്കി ക്ലിയറാക്കി മടക്കി പിടിച്ച് വെച്ചു. അപ്പോൾ ടീച്ചറിൻ്റെ വിഷയമാണ് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഒരു ഇതാണ് കേട്ടോ ഗൈസ്, ഒരു പേടിയാണ്. എനിക്ക് ഏറ്റവും പേടിയെന്ന് പറഞ്ഞാൽ കോണക്കാണ് കേട്ടോ ഗൈസ്. കോണക്ക് ഇപ്പോൾ പൊട്ടുമെന്ന് ഒരു ഉറപ്പാണ്. പിന്നെ നിങ്ങളൊക്കെ പരീക്ഷ എഴുതിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നിങ്ങൾക്കെല്ലാം ഒരു പരീക്ഷ ചൂടടങ്ങാൻ വേണ്ടി എൻ്റെ അനിയൻ ഇതാ ഒരു പാട്ട് പാടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. തുടങ്ങിക്കോ, പാടിക്കോ. കാറ്റ് മേലെ നിനക്കറിയാന്നല്ലോ, പാടിക്കോടാ. അപ്പം അവന് ചെറിയൊരു നാളുണ്ട്, എന്നാലും അവൻ പാടുന്ന ആവേശത്തിലെ സോങ്ങാണ്. അപ്പം നമുക്ക് കേൾക്കാം. നാടി പുന്നവനെ ഉന്നയവനെ ഇന്ന് പുതിയനും ചന്ദ്രികനും മുന്നയവനെ കാലം കാത്തു പറ്ററഫകനെ സുന്ദൂരമൂർത്തി ഞങ്ങൾ കണ്ണനായി വന്നുവനെ പൈവേ മറിക്കണേ എൻ്റെ മണ്ണിട്ട് വിളിക്കെ ഇഷ്ടി വറജാവത്ത് എല്ലാ ദിവസമല്ലേ ഇവനെ തൊടമായൊന്നും ജലം തിരക്ക് കാലം നെടുക്കെടുത്ത ഫോത്ത് പത്ത് ഇല്ലുമിനാട്ടി ഞങ്ങൾ തനുമാനിൻ തുറന്നല്ലോ മാങ്ങ കൊയ്യാൻ. അപ്പം ആവേശത്തിൽ ഏതൊക്കെ മിസ്സടിച്ച് പാടിയതാണ് കേട്ടോ ഗൈസ്. അപ്പം എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടൊരു കാര്യം നിങ്ങളെ കൂടെ ഒന്നുകൂടെ ഓർമ്മിക്കുക. മെയിനായിട്ടുള്ള കാര്യമാണ്, നിങ്ങളെല്ലാവരും പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അവനൊരു പാട്ടും കൂടെ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്.
ഏത് സിനിമയിലാടാ? ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങില്ലേ കാറ്റുമേലെ എന്ന് പറയുന്ന ആ പാട്ടാണേ. പാടിക്കോ. കാട്ടുമേലെ കാറ്റടിക്കില്ലേ കസ്റ്റയിലെ റക്കറയിലെ ഇട്ടുമേലെ റോട്ടടിക്കടി കാലിൽ മുമ്പ് നാട്ടടിക്കടി കയ്യിൽ കുറ്റം വേണമ്മ വേണമ്മ അച്ചച്ചക്കർ ബിരിയാണി സത്യമാങ്കോ കഴിച്ചു കഴിച്ചു ഉമ്മി ഫോണൊക്കെ ഉണ്ടേ ഇരിക്കുക എനിക്ക് വെച്ചപ്പാറ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിക്കുക. ഇവിടെ ഒരാൾ പാട്ട് പാടി കത്തി കയറുവാണ് ഗൈസ്. ഇപ്പം ആ പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. പാടിക്കോ. നീല നിലവേ നില നിലവേ താടമറിയേ വിരും ചിരയെ താടെ മഴകാൻ ചിരിയൂവം താഴെ ഉരകാൻ ചിരി അലകാൻ തോഴ ഒടകും മനസ്സി വരവേ താനമാല എന്നെ ഓരാം കൂടി തൊട്ടിയാരേ ഇഷ്ടം. അപ്പോൾ ഗൈസ് 3 പാട്ട് ഞങ്ങൾ പാടി, ഞാനല്ല അവൻ പാടി. അപ്പം 3 പാട്ടിന് എങ്ങനെയുള്ളത് മാർക്കൊന്നും എടുത്ത് കമൻറ്റ് ബോക്സ് ഇട്ടേക്കണം കേട്ടോ. എന്നാ ശരി, ഒരു പാട്ടും കൂടെ ഗൈസ്, ഒരു പാട്ടും കൂടെ പഠിക്കോ. നാണമാണ് ഗൈസ്, നാണം. സ്റ്റാർട്ട്. നീ ബത്തൻ ബത്തൻ കാത്തിരുന്ന ഇഷ്ടം നോക്കണേ. അപ്പം ഇനി ഇതാണ് ഇപ്പോൾ ഗൈസ് 4 പാട്ടായി. 4 പാട്ടിൻ്റെ മാർക്ക് ഓക്കെ പൊളി. അപ്പം ഇനി എല്ലാവരും അതിൻ്റെ ഒരു മാർക്കൊന്ന് ഇട്ട് വെക്കണം. അവിടെ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. ബാസ് അമ്മാനെ ശ്രദ്ധിക്കാൻ പറ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് കമൻറ്റ് അടിച്ച് മറക്കരുത്. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോകളിൽ ഇന്ന കാര്യം ഒറ്റ കമൻറ്റ് പോലും വന്നിട്ടില്ല. എനിക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇതാണ്ട് സ്റ്റോറിന് സമയമായി കഴിഞ്ഞു. രാവിലെ കാപ്പി കുടിച്ച് 10 മണിക്ക് എണ്ണാന്ന് തോന്നും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിക്കുവാണ്. ടാറ്റ ബൈ ബൈ. കുഞ്ഞു നോക്കട ജാട. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ അടിക്കാൻ മറക്കല്ലേ.